വിൻസി അലോഷ്യസ് ഷൈൻ ടോം പ്രശ്നവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതൊക്കെ തെറ്റായിപ്പോയി എന്ന് തുറന്നു പറഞ്ഞ നടി മാല പാർവതി. മാധ്യമങ്ങളിൽ താൻ പറഞ്ഞ ചില കാര്യങ്ങളിൽ പിഴവ് സംഭവിച്ചു എന്നാണ് മാല പാർവതി പറഞ്ഞത്. ഒരു വിഷയം അറിയുന്ന ഉടനെ ഫോണിൽ വിളിച്ച് മാധ്യമങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന പിഴയായി ഇത് കാണണമെന്നും നടി അഭ്യർത്ഥിച്ചു. സിനിമാ സെറ്റിൽ ഷൈൻ ടോമിന്റെ പെരുമാറ്റത്തെ പ്രകീർത്തിച്ച് സംസാരിച്ച മാല പാർവതിയുടെ വാക്കുകൾ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. മാല പാർവതി ഷൈൻ ടോം ചാക്കോയെ വെള്ളപൂശുകയും വിൻസിയെ തള്ളിപ്പറയുകയും ചെയ്തു എന്നായിരുന്നു ആരോപണം. പ്രിയപ്പെട്ടവരെ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾ അങ്ങനെ വിചാരിച്ചതിൽ തെറ്റു പറയാൻ പറ്റില്ല. കാലത്ത് ഒന്നിനു പുറമെ ഒന്നായി ഫോൺ കോളുകൾ വരികയായിരുന്നു. ചോദ്യങ്ങൾക്കാണ് ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഷൈൻ സെറ്റിൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചതിന് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു. ഈ അഭിമുഖങ്ങളിലൊക്കെ ഷൈൻ കാണിക്കുന്ന കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. 7-8 പടം ചെയ്തിട്ടുണ്ട്. സ്വാസികയും ഷൈനിനെ കുറിച്ച് അങ്ങനെ തന്നെ പറയുന്നത് കേട്ടു. സെറ്റിൽ ഷോട്ടിന്റെ സമയത്തെ പരസ്പരം കാണുകയുള്ളൂ. ഷോട്ട് കഴിഞ്ഞാൽ ഷൈൻ ക്യാരവനിലേക്ക് പോവുകയും ചെയ്യും. പക്ഷേ ഈ രീതികൾ ഞാൻ വിശദമായി ഈ സാഹചര്യത്തിൽ പറയാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു വിഷയം അറിയുന്ന ഉടനെ ടെലിയിൽ വിളിച്ച് കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് പറ്റിയ പിഴയായി നിങ്ങൾ കാണണം. എന്നോട് എങ്ങനെ പെരുമാറുന്നു, എൻ്റെ സെറ്റിലെ അനുഭവം എന്തായിരുന്നു എന്നത് പ്രസക്തമല്ലായിരുന്നു. അത് അങ്ങനെയാണെങ്കിലും അതിപ്പോൾ പറയരുതായിരുന്നു. വിൻസി കേസ് കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പ്രതികരിച്ചത്. വിൻസി കേസ് കൊടുക്കുന്നതിൻ്റെ പേരിൽ ഒറ്റപ്പെടാനും പോകുന്നില്ല എന്നും. രണ്ടാമത്തെ വിഷയം, കോമഡി എന്ന പദപ്രയോഗം സൗഹൃദവും അടുപ്പവും കാണിക്കാൻ കാലാകാലങ്ങളായി കേട്ട് ശീലിച്ച രീതിയിലുള്ള കോമഡി പറയാറുണ്ട്. ഇത് കോമഡിയല്ല, കുറ്റകൃത്യമാണ്. അങ്ങനെയാണ് പുതിയ നിയമങ്ങൾ. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇത് പിടികിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ചോദ്യങ്ങൾ ഒക്കെ കോമഡി എന്ന പേരിൽ നോർമലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പുതിയ ശീലങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്ന്. ഒരു ടെലിയിന്നിന്റെ ലിമിറ്റഡ് സമയത്തിൽ എനിക്ക് വിശദീകരിക്കാൻ പറ്റാത്ത കാര്യം പറഞ്ഞു തുടങ്ങി. അത് തെറ്റിദ്ധാരണയുണ്ടാക്കി ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നലെ കുറച്ചുപേർ ചീത്ത പറഞ്ഞെഴുതിയ കുറിപ്പുകൾ വായിച്ചു. നന്ദി എന്നാണ് മാല പാർവതി പറഞ്ഞത്. നിലവിൽ വിൻസിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്നുണ്ടായ തിരച്ചിലിനിടയിൽ ഹോട്ടലിൽ നിന്നും ഇറങ്ങിയോടിയ നടൻ ഷൈൻ ടോം ചാക്കോ എറണാകുളം ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു സ്റ്റേഷനിലെത്തിയത്. ഷൈനിനെ പോലീസ് ചോദ്യം ചെയ്യുകയും ഒടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. മാധ്യമങ്ങളോട് പ്രതികരിക്കാതെയാണ് ഷൈൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. 32 ചോദ്യങ്ങൾ അടങ്ങിയ പ്രാഥമിക ചോദ്യാവലിയായിരുന്നു എറണാകുളം ടൗൺ നോർത്ത് പോലീസ് തയ്യാറാക്കിയിരുന്നത്. ശനിയാഴ്ച രാവിലെ SIക്ക് മുമ്പാകെ ഹാജരാകണമെന്ന് പോലീസ് നേരത്തെ ഷൈന് നിർദ്ദേശം നൽകിയിരുന്നു. പറഞ്ഞതിനും അരമണിക്കൂർ മുമ്പെയാണ് ഷൈൻ സ്റ്റേഷനിലെത്തിയത്. തൃശൂർ മുണ്ടൂരിലെ വീട്ടിൽ നേരിട്ടെത്തിയാണ് എറണാകുളം നോർത്ത് പോലീസ് നോട്ടീസ് കൈമാറിയിരുന്നത്. വീട്ടിൽ ഷൈൻ ഇല്ലാതിരുന്നതിനാൽ കുടുംബമാണ് നോട്ടീസ് കൈപ്പറ്റിയത്. സിറ്റി പോലീസ് ഡാൻസ് ഓഫ് സംഘം പരിശോധനയ്ക്ക് എത്തിയതറിഞ്ഞ് നടൻ ഷൈൻ ടോം ചാക്കോ കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിന്റെ 3-ാം നിലയിൽ നിന്ന് അതിസാഹസികമായി ചാടി കടന്നുകളഞ്ഞ ദൃശ്യങ്ങൾ പുറത്തു വന്നത് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഇതെന്തിനായിരുന്നു എന്ന കാര്യത്തിൽ വിശദീകരണം നൽകാനാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. 2015 കൊക്കെയിൻ കേസിൽ ഷൈൻ ടോം ചാക്കോയെ അടുത്തിടെയാണ് തെളിവില്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടത്. എന്നാൽ ഇപ്പോൾ പുതിയ കേസിൽ ഷൈൻ ടോമിന് കുരുക്കുകൾ മുറുകുകയാണ്.